ഓസ്ട്രേലിയയിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പെരിഷർ വാലി. ഈ വിൻ്റർ കാലത്ത് അല്ലെങ്കിൽ ഈ തണുപ്പ് കാലത്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് പെരിഷർ വാലി. ഇത് ആക്ച്വലി സ്നോവി മൗണ്ടൻ്റെ പാർട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ശരിക്കും നമ്മുടെ സൗത്ത് കോസ്റ്റ് NSWൻ്റെ സൗത്ത് കോസ്റ്റ് പ്രവിശ്യയിൽ വരുന്ന സ്ഥലമാണ്. ക്യാൻബറയിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ ട്രാവലുണ്ട് ബൈ കാറിന്. ഈ പെരിഷർ വാലി എത്തുന്നതിന് മുമ്പുള്ള 2 സ്ഥലങ്ങളാണ് കൂമ, ജിൻഡാബെയിൻ. അപ്പോൾ നമുക്ക് ഈ പെരിഷർ വാലി എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇതുപോലെ ഈ കാണുന്ന പോലെ തന്നെ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു സ്ഥലം. ഇത് ആക്ച്വലി മഞ്ഞ് വീഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെയ് ആദ്യം തൊട്ട് ഒരു സെപ്റ്റംബർ വരെ മഞ്ഞ് വീഴ്ച ഉണ്ടാവും. -10 ഡിഗ്രി വരെയൊക്കെ തണുപ്പ് ചില സമയത്ത് വരാറുണ്ട്. മിക്കപ്പോഴും ഈ സമയങ്ങളിൽ മൈനസ് ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ മൈനസ് ഫീൽ, അല്ലെങ്കിൽ 1 ഡിഗ്രി, മാക്സിമം 1 ഡിഗ്രി 3 ഡിഗ്രിയൊക്കെ വരുള്ളൂ. ആക്ച്വലി നമ്മൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടും വാട്ടർ പ്രൂഫായിട്ടുള്ള ജാക്കറ്റ് വേണം. ഇപ്പോൾ എൻ്റെ മോന് കളിക്കുന്നത് ഇതുപോലെയുള്ള സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫ് ജാക്കറ്റ് വേണം, വാട്ടർ പ്രൂഫ് ഷൂ വേണം, വാട്ടർ പ്രൂഫ് പാൻസ് വേണം. ഇത് നമുക്ക് വാടകയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. വാടകയ്ക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ ഇതിനു വേണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്ത ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിതം എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഇവർക്ക് മെയിനായിട്ട് ജിൻഡാബെയിനിലൊരു ഷോപ്പുണ്ട്, അതുപോലെ തന്നെ കൂമയിലുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ റെൻറ്റിന് കിട്ടും. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ഡിസ്കൗണ്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മുന്നേ കൂട്ടി ബുക്ക് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലേ ദിവസം ചെന്ന്, ഇപ്പോൾ പിറ്റേ ദിവസം ഒരു ദിവസം നമുക്ക് അവിടെ തലേ ദിവസം ചെന്ന് എല്ലാം എടുത്തു വെച്ചാൽ നമുക്ക് വെളുപ്പിന് തന്നെ നമുക്ക് പെരിഷർ വാലിയിലേക്ക് പോകാം. അപ്പം ഇത് ശരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പ്രായഭേദമന്യേ വലിയവർക്കും ചെറിയവർക്കൊക്കെ ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇവിടെ മെയിനായിട്ടും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലും നടക്കുന്നത്. ഇപ്പോൾ ഇതുപോലെയുള്ള ബോർഡുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് റെൻറ്റിന് എടുക്കാൻ സാധിക്കുന്നതാണ്. $15 $20 പിന്നെ ജാക്കറ്റ് കാര്യങ്ങൾക്കെല്ലാം അതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതിൻ്റെ റെൻറ്റും കാര്യങ്ങളും. എൻ്റെ ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെരിഷർ വാലിക്ക് വരുവാണെങ്കിൽ ഏർലി മോർണിംഗ് വരുന്നതാണ് എപ്പോഴും നല്ലത്. അതെന്താണെന്നുണ്ടെങ്കിൽ ആ പെരിഷർ വാലിയിൽ ഈ ആക്ടിവിറ്റിയൊക്കെ നടക്കുന്നതിന് തൊട്ട് ചേർന്ന ഒരു പാർക്കിംഗ് സ്ലോട്ടുണ്ട്. ആ പാർക്കിങ്ങിൽ നമുക്ക് കാറ് പാർക്കിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിന് ഒരു 7:30 മുമ്പെങ്കിലും നമുക്ക് അവിടെ എത്തണം. അപ്പം അങ്ങനെയുള്ള അതാണ് നമുക്ക് ശരിക്കും ഏറ്റവും ഉപകാരമുള്ളൊരു കാര്യം. അങ്ങനെ എത്തുവാണെങ്കിൽ നമ്മുടെ നമുക്ക് കുറച്ച് നടന്നാൽ മതി. ഈ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ മതി. അതല്ല എങ്കിൽ നമ്മൾ വരാൻ ലേറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കിലോമീറ്റർ നടക്കേണ്ടി വരും, 1.5 കിലോമീറ്റർ നടക്കേണ്ടി വരും. ഈ മഞ്ഞ് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇതെല്ലാം ഇട്ട് നമ്മൾ 1 അവർ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായി ടയേർഡായി പോകും. ഒപ്പം തന്നെ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാമഗ്രികൾ നമ്മുടെ ബാക്ക് പാക്കിൽ കരുതാവുള്ളൂ. ഒരുപാട് സാമഗ്രികളുണ്ടെങ്കിൽ നമുക്ക് വലിയ പാടാണ് ഇത് തോളത്തിട്ടുകൊണ്ട് ഈ തണുപ്പിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടയേർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കയ്യിൽ കരുതുക. പിന്നെ നമ്മൾ മടുത്ത് ടയേർഡൊക്കെ ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയ കോഫി ഷോപ്പുകളും മറ്റേ കൂൾ ബാറുകൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഈ കാണുന്ന ഈ ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നതിൻ്റെ അടിയിൽ കൂടി ഒരു ചെറിയ ട്രെയിൻ സർവീസ് ഉണ്ട്. അത് ആക്ച്വലി സാധാരണ ആളുകൾക്ക് കയറി ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു ട്രെയിൻ സർവീസ് അല്ല അത്. ആക്ച്വലി അതൊരു ട്യൂബ് സർവീസ് അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത്. ആക്ച്വലി അതെന്താണെന്നുണ്ടെങ്കിൽ ഈ മറ്റേ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ സ്കീയിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ ഹോട്ടൽസിൽ നിന്ന് സ്കീ ചെയ്ത് താഴെ വന്നു കഴിയുമ്പോൾ തിരിച്ച് അവർക്ക് നടന്നു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടി ഹോട്ടൽസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളിലുള്ള 2 എൻഡിലുള്ള ഹോട്ടൽസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സർവീസാണ് ഇത്. ഓൾറെഡി ഹോട്ടൽസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രെയിൻ സർവീസാണ്. നമുക്ക് അതിൽ കയറാനുള്ള പാസോ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കയറാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഈ പെരിഷർ വാലിയുടെ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ട്രെയിൻ സർവീസിൻ്റെ അതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ചെറിയ കോഫി ഷോപ്പുണ്ട്. അവിടെ മറ്റേ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിക്കാൻ പറ്റും, അതുപോലെ ഡോണറ്റ്സ് ഒക്കെ മേടിക്കാം. അപ്പോൾ ഈ തണുപ്പത്ത് അതൊക്കെ കഴിക്കുന്നത് വളരെ നമുക്കൊരു ഫ്രഷ്നെസ്സും തോന്നും. പിന്നെ നമ്മളെ പെട്ടെന്ന് തണുത്തിരിക്കുന്നതിന് നമുക്കൊരു മാറ്റവും ഉണ്ടാവും.
ഇത് അതെനിക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര റേറ്റൊന്നുമില്ല, ഒരു സാധാ റേറ്റുള്ള ഒരു ഹോട്ടലും ഒരു ചെറിയൊരു കഫറ്റേരിയയൊക്കെയാണ്. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ്. പിന്നെ കാർ പാർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കാറ് വന്ന് നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയില്ല, നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്താൽ പോലും നമ്മൾ പാർക്കിംഗ് ഫീ പേ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഞങ്ങളത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെയുള്ള ഈ അവിടെ ഒരു പാർക്കുണ്ട്, മീൻസ് ഒരു നേച്ചർ പാർക്കുണ്ട്. ഈ നേച്ചർ പാർക്കിൽ എവിടെ കാർ പാർക്ക് ചെയ്താലും ഇത് നമ്മൾ പേ ചെയ്യണമെന്നാണ് പറയുന്നത് ഈ ഫീസ്. അതുകൊണ്ട് ഞങ്ങളത് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ആ പാർക്കിംഗ് ഫീ പേ ചെയ്തു. പിന്നെ മെയിനായിട്ട് 2 കാര്യങ്ങൾ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്, ഉറപ്പായിട്ടും നമ്മൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ കരുതേണ്ടത്. പിന്നെ NSW പോലീസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സ്നോ ഫോളിങ് ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ടയറിലിടുന്ന ചെയിൻ ഉണ്ടല്ലോ, സ്നോയിലൊക്കെ പോകുമ്പോൾ ടയർ തിന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെയിൻ, അത് മസ്റ്റായിട്ട് റെൻറ്റിന് എടുത്ത് വെച്ചിരിക്കണം കയ്യിൽ. സ്നോഫോളുള്ള സമയത്ത് പോലീസ് പറയുമ്പോൾ നമ്മൾ ഇടണം. നമ്മൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ അതില്ല എങ്കിൽ നമുക്ക് ഫൈൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ ഈ ജിൻഡാബൈൻ വരെ ചെല്ലുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ 40 കിലോമീറ്റർ സ്പീഡിലേ പോകാവുള്ളൂ, ചിലത് 60 പോകാവുള്ളൂ, ചിലത് 50 പോകാവുള്ളൂ. ആ പറയുന്ന കിലോമീറ്റർ മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകണം. അതിൻ്റെ മുകളിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ല. പോലീസ് പെട്രോൾ ഓൾവേസ് എല്ലായ്പ്പോഴും ഉണ്ട്, അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യണം, അത് ഫോളോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടതാണ് ഒരു ചെറിയ ട്രെയിൻ സ്റ്റേഷനാണ് ആക്ച്വലി. അത് ഈ സ്നോയിൽ കൂടെയൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്കീയിങ് ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു സ്കീ ബോർഡൊക്കെ കൊണ്ടുപോകാനും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനാണ്. അപ്പോൾ അത് നമുക്ക് കാണാനൊക്കെ സാധിക്കും. അവിടെ ട്രെയിൻ സ്റ്റേഷനിൽ കയറുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ഇത് പ്രായഭേദമന്യേ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു ഈ ഒരു ട്രിപ്പ്. കാരണം ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നു, ദുബായിലായിരുന്നു, കേരളത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും മഞ്ഞ് പെയ്യുന്ന സ്ഥലമില്ലല്ലോ. അപ്പം മൂന്നാറിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജസ്റ്റ് 1 ഡിഗ്രി, അതൊക്കെ വെയിൽ കൊള്ളുമ്പോൾ തന്നെ മൊത്തം ഉരുകിപ്പോവും. ഇവിടെ അങ്ങനെയാണ്. ഈ ജിൻഡാബൈൻ ഭാഗത്തും അല്ലെങ്കിൽ കൂമയിലൊക്കെ നമ്മുടെ മൂന്നാർ പോലെയുള്ള ഒരു സ്ഥലം, മൂന്നാർ പോലത്തെ ഒരു ക്ലൈമറ്റൊക്കെ ഓൾമോസ്റ്റ് വരുന്ന സ്ഥലമാണ്. പിന്നെ അക്കോമഡേഷൻ എടുക്കുന്ന കാര്യം പറയുവാണെങ്കിൽ, നമുക്ക് ജിൻഡാബൈനിൽ അക്കോമഡേഷൻ എടുക്കാം, അതോടൊപ്പം നമുക്ക് കൂമയിൽ അക്കോമഡേഷൻ എടുക്കാം. ഈ ജിൻഡാബൈൻ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. കാരണം കൂമയിൽ നിന്ന് 1 മണിക്കൂറാണ് ഈ പെരിഷ് വാലിക്കുള്ളത്. അതിൻ്റെ മിഡിലായിട്ട് വരുന്ന സ്ഥലമാണ് ജിൻഡാബൈൻ. അപ്പോൾ ഈ ജിൻഡാബൈനിൽ അക്കോമഡേഷൻ ഇച്ചിരി റെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂമയിൽ ഒരു മോഡലാണ് അക്കോമഡേഷൻ എടുത്തത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും റെൻ്റ് എടുക്കാം, അത് നമ്മുടെ ഒരു ഉചിതമാണ്. ജിൻഡാബൈനിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു സ്നോ ഫീൽ ചെയ്യാൻ പറ്റും. സ്നോയിൽ നമുക്ക് രാത്രിയിലൊക്കെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. കൂമയിലൊക്കെ ഒരു ഡിഗ്രി -1 -2 ഒക്കെ വരും രാവിലെ വെളുപ്പിന്. പക്ഷെ വളരെ നല്ല, ഞങ്ങൾ ഒരു പെട്ടെന്ന് ബുക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് ഞങ്ങൾ കൂമയിലാണ് അക്കോമഡേഷൻ എടുത്തത്. കൂമയിൽ തലേദിവസം വന്ന് സ്റ്റേ ചെയ്ത് ഞങ്ങൾ രാവിലെ വെളുപ്പിനെ അവിടെ നിന്ന് ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ പോകുന്നു. 1 മണിക്കൂറാണ് ഗൂഗിളിൽ കാണിച്ച ടൈമിങ്. പക്ഷേ ജിൻഡാബൈൻ കഴിഞ്ഞപ്പോൾ തന്നെ ട്രാഫിക് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. പെരിഷ് വാലിക്ക് ഒരു 3 കിലോമീറ്റർ മുമ്പേ നല്ല ടൈറ്റ് ബ്ലോക്കായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ എപ്പോഴും നല്ലത് ഈ റെൻറ്റിനുള്ള സാധനങ്ങളെല്ലാം തലേദിവസം എടുത്ത് വെച്ചിട്ട് വെളുപ്പിനെ ഒരു 5 മണിക്കെങ്കിലും ഏറ്റ് പോരാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്കൊരു 7:30 ആകുമ്പോഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ട്രാഫിക് ഇല്ലാണ്ട് നമുക്ക് കാർ പാർക്ക് ചെയ്യാം. നമുക്കൊരു 12-1 മണി വരെ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പോകാം. പിന്നെ ഉച്ചയാവുന്ന സമയമാകുമ്പോഴത്തേക്കും നല്ലൊരു വെയിലും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങളൊന്ന്. ഇതൊക്കെയാണ് ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്, നിങ്ങൾ ഓസ്ട്രേലിയയിലുള്ളവരാണെങ്കിൽ, NSWയിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് പോവുക, വിസിറ്റ് ചെയ്യുക. വളരെ ചീപ്പായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ് കുഴപ്പമില്ല, തണുപ്പ് കുഴപ്പമില്ലെങ്കിൽ ഈ സ്ഥലം പൂർണ്ണമായിട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ലൈഫിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ പോയി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇളയ മോനാണെങ്കിൽ ജെറോമിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ആക്ടിവിറ്റിയും കാര്യങ്ങളും. ജോഹാൻ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം അവന് ചെറിയ തുമ്മലും ജലദോഷമൊക്കെ ഉള്ള ആളായതുകൊണ്ട് അവന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ അയർലൻഡിൽ പോയി UK പോകുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ മഞ്ഞ് വീഴുന്നുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ ഈ ഒരു സ്ഥലം അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് വീഴുന്നിടത്ത് അവിടെ മഞ്ഞ് മാത്രമാണ് വീഴുന്നത്, ബാക്കി സ്ഥലങ്ങളെല്ലാം നോർമൽ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ഇതിലേക്ക് വരുന്ന, ഇപ്പം ഈ പെരിഷ് വാലി വരെ വരുന്ന വീഡിയോകളെല്ലാം ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ക്ലിയറായിട്ട്
കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് റൂട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു സ്ഥലമാണ്. എല്ലാവർക്കും ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന, പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 ദിവസത്തെ ട്രിപ്പിന് പറ്റുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വിൻ്റർ കാലഘട്ടത്തിൽ ഈ സ്ഥലം ഒന്ന് പരീക്ഷിക്കുന്നത് എപ്പോഴും, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.